ചെയ്ത കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പശ്ചാത്താപിക്കണമെന്ന് തോന്നിയിട്ടില്ലേ? എന്തിന്? തെറ്റുകളെന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് നിയമം എന്നെ ശിക്ഷിച്ചില്ലേ? അത് മുഴുവൻ ഞാൻ ആസ്വദിച്ച് തീർത്തു. പിന്നെ ഞാൻ പശ്ചാത്തപിക്കണമെന്ന് പറയുന്നിടത്ത് എന്ത് ന്യായമുള്ളത് അല്ലേ? ആമോസ്, നിങ്ങൾ നശിപ്പിച്ച സ്ത്രീകളെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാറില്ല. എൻ്റെ ലക്ഷ്യം അവരെ നശിപ്പിക്കുകയായിരുന്നില്ല, ആനന്ദിപ്പിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ആവർത്തന വിരസതയിൽ നിന്നും അവരെ മോചിപ്പിക്കുകയായിരുന്നു. ആ മോചനത്തിന് വേണ്ടി ഒരല്പം ബലം പ്രയോഗിക്കേണ്ടി വന്നതിൽ എനിക്ക് ഖേദമൊന്നുമില്ല. സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എനിക്കൊന്ന് വലിക്കണം. ഒരു സിഗരറ്റ് തരാമോ? എന്താ വിശേഷമൊക്കെ? ഓ, ഇതൊക്കെ തന്നെ. ഈ പല്ലൊക്കെ നാട്ടുകാരടിച്ച് തെറിപ്പിച്ചാണോ? അല്ലാതെ ഈ പോലീസുകാരുടെ ഒരു പരിപാടിയില്ലേ, കൈ കോടിപ്പോയി. ആവശ്യം വരുമ്പോൾ നേരെയാവും. ഇത് അത്യാവശ്യം കുറെ ഉണ്ടല്ലോ. സ്വന്തമാണോ? നോക്കി നടത്തുന്ന ആളാ. റിസോർട്ടിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. സംസാരപ്രിയനാണല്ലോ. അതെ, ഈ പീഡിപ്പിക്കുന്നതാണോ സുഖം, അതോ പോലീസുകാരുടെ അടി കൊള്ളുന്നതാണോ? അവളെ കിട്ടുന്നതാണോ സുഖം, അത് വെച്ചോണ്ടിരിക്കുന്നതാണോ സുഖം? ഏതാ സുഖം? എന്താ ദേഷ്യം വന്നോ നിനക്ക്? വന്നെങ്കിൽ നീ എന്നെ ഇടിക്കൂ. ഇടിച്ചാ പോവാൻ തൻ്റെ വായിൽ പല്ലൊന്നുമില്ലല്ലോ. നീ ഒന്ന് ഇടിക്കോ? ഇടിക്കണം, ഇടിക്കണം, ഇടിക്കണം. ഇടിച്ചു നോക്കണം. ഹലോ. എടാ ഷീഫ, എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി താടാ. അത് നടക്കൂല അൻസാരി, ഞാൻ പറഞ്ഞല്ലേ. അത് ചുമ്മാ ആളെ മെനക്കെടുത്താൻ അതും പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട. നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്കൊരു നയതന്ത്രത്തിലൊക്കെ ഒരു വൈകവേലി. എന്താ സാറേ? ഒരു പട്ടിയത്ത് കിടക്കാടോ. ആരോ തല്ലിക്കൊന്നാ.
ആ ജ്യൂസ് കഥ സത്യാട്ടോ സാറേ. ഒരു സ്ട്രഗിൾ നടന്ന മട്ടുണ്ട്. ഇറക്കാൻ ഇടിച്ചേ ആളുകൾ പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കും. 10-25 വയസ്സില്ലടാ എനിക്ക്. അവനെന്നെ ഇടിക്കണം, ഇനിയും അവനെന്നെ ഇടിക്കണം, അവനെന്നെ ഇടിക്കട്ടെ. അപ്സെറ്റ് ആയോ? ഹീസ് മാഡ്. ഓക്കെ, ഈ പരിപാടിയൊക്കെ വേഗം തീർത്ത് ടെലികാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ദിവസം അവിടെ നിന്ന് മാറിയേക്കാം. എന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തിരിച്ചു വരാം. ഓക്കെ? ഈ കയ്യിൽ നിന്ന് വരുന്നില്ല. കഴിക്കേ? നോ താങ്ക്സ്. വേണ്ടെന്ന്. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് വൃദ്ധനായ എന്നെ ഈ സമൂഹത്തിന് വിൽക്കാനാണ്, അല്ലേ? ആളുകൾ എത്രത്തോളം എന്നെ ശപിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ പ്രശസ്തരാകും. അങ്ങനെയല്ലേ മേരി? ഞാൻ നിങ്ങളെ വിശ്വസിച്ചു. തിരിച്ചുള്ള അവിശ്വാസം കൊണ്ട് നിങ്ങൾ എന്നെ അപമാനിക്കാതെ ഇരുന്നാൽ എനിക്കത് എത്ര സന്തോഷകരമാവും, ഇല്ലേ? ഇതിനകത്ത് കുറച്ച് കുറഞ്ഞുപോയി, ഇതിനകത്ത് കുറഞ്ഞുപോയി. ഇപ്പം എല്ലാം കറക്റ്റാണല്ലേ? കറക്റ്റായി. ഒന്ന് വേഗത്തിലാക്കിയാലോ? കുറച്ച് പണിയും കൂടെ എനിക്ക് ബാക്കിയുണ്ടേ, അതുകൊണ്ടാ.